lady. Let's welcome Rania Hasib on the stage. മാന്യ സദസ്സിന് വന്ദനം. പതിവ് പോലെ ഉമ്മയുടെ വിളി കേട്ടാണ് ഷാനു പതിയെ കണ്ണ് തുറന്നത്. നല്ല തണുപ്പ്. അടഞ്ഞു കിടക്കുന്ന ജനൽ പാളികൾക്കിടയിലൂടെ വെളിച്ചം പതിയെ മുറിയിലേക്ക് ഇരച്ചിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പുതപ്പിനാടി അവൾ ഒന്നും കൂടി ചുരുണ്ടുകൂടി കിടന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട്. അവസാന ക്ലാസ്സിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ടീച്ചർ പഠിപ്പിച്ചു തന്ന കവിതയിലെ വരികൾ അവൾ മനസ്സിൽ വെറുതെ ഓർത്തു നോക്കി. നാളെ വരുമ്പോൾ എല്ലാവരും പഠിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് അവസാനിപ്പിച്ചത്. അന്ന് രാത്രി തന്നെ അവൾ ആ വരികൾ മനഃപാഠമാക്കിയതുമാണ്. എന്നാൽ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറാകുമ്പോഴാണ് ഉമ്മ പറയുന്നത്, ഷാനുവിൻ്റെ സ്കൂൾ തകർന്നു വീണെന്ന്. ഗാസയിലെ സ്കൂളുകളും വീടുകളും തെരുവുകളും എല്ലാം അങ്ങനെയാണ്. ഒരു ദിവസം ഷാനുവും നേരിൽ കണ്ടതാണ്. കൺമുന്നിൽ വീണ് പൊട്ടിത്തെറിക്കുന്ന ബോംബും അതിൻ്റെ കാതറപ്പിക്കുന്ന ശബ്ദവും അതിൽ തകർന്നു വീഴുന്ന അടുത്തുള്ള കെട്ടിടങ്ങളും. പക്ഷേ ഷാനുവിനത് ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കിയെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം നിത്യ സംഭവമായിരുന്നു. കൺമുന്നിൽ തകർന്നു വീഴുന്ന കെട്ടിടം പോലെ എന്നാണ് അവളുടെയും ജീവിതം തകർന്നു വീഴുന്നതെന്ന് അവൾ എന്നും ഭയപ്പെട്ടിരുന്നു. പക്ഷേ ആ ഭയത്തിൽ നിന്ന് അവളെ കൈപ്പിടിച്ചുയർത്തിയത് അവളുടെ ഷീബ മിസ്സായിരുന്നു. ആദ്യമായി അവൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ഒരു പുസ്തകം വായിക്കാൻ നൽകി. തിളങ്ങുന്ന കണ്ണുകളും തോൾ വരെയുള്ള മുടികളുമുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം, പുറംചട്ടയായുള്ള പുസ്തകം. അവൾ ആദ്യമായി ആ പുസ്തകം തുറന്നു നോക്കി. വായനയുടെ പുതുമണം ഷാനുവിന്റെ മൂക്കിലേക്ക് പടർന്നു കയറി. അമാസ്മരികമായ മണം ആസ്വദിച്ച് അവൾ പദ്യം വായിച്ചു. ആൻഷൈൻ്റെ ഡയറി കുറിപ്പുകൾ. ആ വായനാനുഭവം ഷാനുവിന് പുതിയൊരു കൂട്ടായിരുന്നു. പുറത്തെ തെരുവുകളിൽ രാപ്പകലില്ലാതെ ബോംബുകൾ പതിക്കുമ്പോൾ മരണഭയത്താൽ നീറി ആ ഒറ്റമുറി വീട്ടിൽ ഉമ്മയ്ക്കൊപ്പം കഴിയുമ്പോഴും ഷാനു വായിച്ചുകൊണ്ടേയിരുന്നു. കിറ്റിയും സുഡോക്കോയുടെ കൊക്കുകളും ഗുൽമക്കായും. പുക നിറഞ്ഞ ചോരയൊഴുകുന്ന തെരുവുകളിൽ ഒരു തളിരില പോലെ ഷാനുവിന് പ്രതീക്ഷയുടെ ഒരു നമ്പർ നൽകി. അന്ന് ടീച്ചർ ചൊല്ലിയ കവിതയിലെ സ്വാതന്ത്ര്യത്തിലായിരുന്നു ഷാനുവും കൂട്ടുകാരും സ്വപ്നം കണ്ടിരുന്നത്. അതുതന്നെയായിരുന്നു അവൾ വായിച്ച പുസ്തകത്തിലെ കുട്ടികളും സ്വപ്നം കണ്ടിരുന്നത്. അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വിദ്യാലയം ഒരു സ്വപ്നം പോലെ തകർന്നു വീണു. ഷാനു എണീക്ക്! ഉമ്മയുടെ വീണ്ടുമുള്ള നീട്ടിവിളി. ഇതാ വരണോ! വീണ് കിടന്ന തട്ടമെടുത്ത് അവൾ തലയിലേക്ക് വിരിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു. ഉമ്മ, പുതിയ സ്കൂൾ എന്നാണ് തുറക്കുക? ഒന്നും അറിയില്ല ഷാനു. ഉമ്മ, എനിക്ക് വിശക്കുന്നു. എന്താ കഴിക്കാനുള്ളത്? ഉമ്മ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്തൊന്നും കടകൾ തുറക്കുന്നില്ല. ഇന്നലെയും തീവ്രവാദികൾ കവലയിൽ ബോംബിട്ടിരുന്നു. ആരും പുറത്തിറങ്ങുന്നില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? അറിയില്ല ഷാനു. അടുത്തുള്ളവരെല്ലാം ക്യാമ്പിലേക്ക് മാറുന്നുണ്ട്. വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അവിടുന്ന് കിട്ടും. നമുക്കും ഇത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഉമ്മയുടെ വാക്കുകൾ ഷാനുവിനെ വിശ്വസിക്കാനായില്ല. അവളുടെ കുഞ്ഞു വീട്, മുറിയുടെ ചുവരിൽ അവൾ വരച്ചിട്ട കുഞ്ഞു ചിത്രങ്ങൾ, മുറ്റത്ത് നട്ടുവളർത്തിയ
കുഞ്ഞു റോസ് ചെടിയിൽ കുഞ്ഞു റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. ഇനിയും വായിച്ചു തീരാത്ത പുസ്തകം അടക്കി വെച്ച പെട്ടി അവൾ ഒരിക്കലും കൂടി തുറന്നു നോക്കി. അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ഷാനു, വേഗമിറങ്ങ്, ആക്രമികൾ ഇങ്ങോട്ടും വരുന്നുണ്ട് എന്നാ പറയുന്നത്. നമുക്കും ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടണം. അവസാനമായി വായിച്ചു തീരാത്ത പുസ്തകം കയ്യിലെടുത്തു ഉമ്മയുടെ കൂടെ ഇറങ്ങിയോടി. ചുറ്റുവട്ടത്തെ വീടുകളെല്ലാം ആളൊഴിഞ്ഞിരിക്കുന്നു. ആയുധധാരികളായ അക്രമികൾ അവരുടെ നഗരം കൈയടക്കാൻ തുടങ്ങിയിരിക്കുന്നു. തെരുവുകളിൽ നിർത്താത്ത വെടിവെച്ചുകൾ, ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ. ശാന്തമായ പ്രഭാതം ഒരു സങ്കടക്കടലായി മാറി. തെരുവുകളിൽ ബോംബ് വർഷിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞിരുന്ന ആ കുഞ്ഞുവീട് നിലംപൊത്തി. മണ്ണും പൊടിയും പുകയും നിറഞ്ഞ ആ മങ്ങൈ കാഴ്ച ഷാനുവിന്റെ ഹൃദയത്തിൽ കുത്തിക്കിറി പോലെ മുറിപ്പെടുത്തി. ഷാനു, വേഗമിറങ്ങ്, ആക്രമികൾ ഇങ്ങോട്ടും വരുന്നുണ്ടെന്നാ പറയുന്നത്. നമുക്കും ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അവസാനമായി വായിച്ചു തീരാത്ത പുസ്തകം കയ്യിലെടുത്തു ഉമ്മയുടെ കൂടെ ഇറങ്ങിയോടി. ചുറ്റുവട്ടത്തെ വീടുകളെല്ലാം ആളൊഴിഞ്ഞിരിക്കുന്നു. ആയുധധാരികളായ അക്രമികൾ അവരുടെ നഗരം കൈയടക്കാൻ തുടങ്ങിയിരിക്കുന്നു. തെരുവുകളിൽ നിർത്താത്ത വെടിവെച്ചുകൾ, ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ. ശാന്തമായ പ്രഭാതം ഒരു സങ്കടക്കടലായി മാറി. തെരുവുകളിൽ ബോംബ് വർഷിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിന്ന ആ കുഞ്ഞു വീട് നിലംപൊത്തി. മണ്ണും പൊടിയും പുകയും നിറഞ്ഞ ആ മങ്ങൈ കാഴ്ച ഷാനുവിന്റെ ഹൃദയത്തിൽ കുത്തിക്കീറി പോലെ മുറിപ്പെടുത്തി. ഷാനു, വേഗം വായോ, ഉമ്മ അവളുടെ കൈ പിടിച്ചു വലിച്ചു. തളർന്ന ഹൃദയവുമായി അവൾ ഓടി നീങ്ങി. കാലുകൾ വിറച്ചിരുന്നു, കൈകൾ തളർന്നിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ആ കവിത മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓടിത്തളർന്ന് അഭയാർത്ഥി ക്യാമ്പിന്റെ മൂലയിൽ ഉമ്മയുടെ മടിയിൽ കിടന്ന് ഷാനു ഓർത്തു. ഇനി എന്നാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രയാവുന്നത്? അവർക്ക് സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും കളിക്കാനും ചിരിക്കാനും കഴിയുന്നത്? തളർന്ന കൈകളിൽ വിടാതെ മുറുകെ പിടിച്ച പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ട് അവൾ ഉരുവിട്ടു. One child, one teacher, one book, one pen can change the world. മലാല യൂസഫ്സായി. തകർന്നു വീണ സ്വപ്നങ്ങൾക്കിടയിൽ നിന്നും പ്രതീക്ഷയുടെ ഒരു നാമ്പ് അവളെ കാത്തിരുന്നു. വീണ്ടും വീണ്ടും ആ വാചകം ഷാനു ആവർത്തിച്ചു. അതെ, ഒരു നാൾ ഗാസയിലെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രയാവും. അവർ പഠിക്കും, കളിക്കും, വായിക്കും, എഴുതും, സ്വപ്നം കാണും. സ്വാതന്ത്ര്യത്തിന്റെ ആ പുലരിൽ അവർ ആസ്തുല്ലസിക്കും. സമാധാനത്തിന്റെ കാഹളം ഗാസയിലെ തെരുവുകളിൽ അലയടിക്കും. യുദ്ധമില്ലാത്ത, ആയുധങ്ങളില്ലാത്ത സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ കവിതകളുമായി ഞങ്ങൾ തെരുവിലിറങ്ങും. അവിടെ ഉയർന്നു കേട്ട സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുന്ന ഒരു ജനതയുടെ വരികൾ അവളും ഏറ്റുപാടി. Live, live Palestine, live, live Palestine. നന്ദി, നമസ്കാരം. Nicely, Anna.